ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെള്ള കടലക്കറിയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു വെള്ള കടലക്കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഇവിടെ ഞാൻ 2 കപ്പ് കടല എടുത്ത് ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ട്. അത് ആ വെള്ളത്തോടു കൂടിയാണ് ഞാൻ വെച്ചേക്കുന്നത്. അങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വെള്ളം ഊറ്റിക്കളയുന്നില്ല. പിന്നെ അതിലേക്ക് ആവശ്യമായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ സ്പൂൺ വീതം. നിങ്ങൾക്ക് ചതച്ചതെടുക്കാം, പേസ്റ്റ് എടുക്കാം. പിന്നെ ഒരു പച്ചമുളക് 4 നീളത്തിൽ കീറിയത്. പിന്നെ ഒരു സവോള എടുത്ത് ചെറുതായി അരിഞ്ഞ് വെച്ചത്. പിന്നെ 2 സവോള എടുത്ത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായത് മല്ലിയില. പിന്നെ അതിലേക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടിയാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പിന്നെ ഇത് ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ചതാണ്. അത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ അതിലേക്ക് ആവശ്യമായത് ജീരകപ്പൊടി. പിന്നെ വേണ്ടത് ഡ്രൈ മാംഗോ പൗഡർ. പിന്നെ വേണ്ടത് നമ്മുടെ ഗരം മസാല. പിന്നെ അതിലേക്ക് ആവശ്യമായത് 2 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ബേ ലീഫ്, കറുവയുടെ ഇലയാണ്. പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇതിനായി ഞാനൊരു കുക്കർ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. ഇപ്പോൾ ഞാൻ ആ വഴനയില കൂടി ഇട്ട് കൊടുക്കുകയാണ്, ബേ ലീഫ്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഈ തക്കാളിക്കായി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിക്കായി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പൊടികളെല്ലാം ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടലയെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ ഉപ്പ് മതിയായോ എന്നൊക്കെ നോക്കി അതെല്ലാം കറക്റ്റ് പാകത്തിലാക്കിയിട്ട് വേണം നമുക്കിതൊന്ന് കുക്കറിന്ന് അടച്ച് വെക്കാൻ. അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നിടം വരെ ഇത് അടച്ച് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മല്ലിയിലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിപ്പം വേവിച്ചെടുത്ത് കൊടുക്കാം. ഒരു 4 വിസിലടിക്കുമ്പോഴത്തേക്കും ഈ കടല റെഡിയാകും. അങ്ങനെ നമ്മുടെ അടിപൊളി വെള്ള കടലക്കറി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു 3-4 വിസിലോളം അടുപ്പിച്ചു, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അങ്ങനെ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.